എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ അനാമയുടെ അച്ഛനും അമ്മയും പുതിയ തന്ത്രങ്ങളൊക്കെ ആയിട്ട് വരുവാണ്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ നവ്യയുടെ നയനയുടെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കണം. അവരെ ആ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം. അത് മാത്രമല്ല, നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം. അതിന് പുതിയ ഗൂഢതന്ത്രമൊക്കെ മെനഞ്ഞോണ്ട് പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് അനാമയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട് അനന്തപുരിയിലേക്ക്. പക്ഷെ എത്രയൊക്കെ പ്ലാൻ തയ്യാറായിക്കൊണ്ട് വന്നാലും അതെല്ലാം പൊളിച്ചടുക്കുന്നുണ്ട് നവ്യ നയനയും ചേർന്ന്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു മലയ്ക്ക് പോകാൻ മാലയിട്ടതിന് ശേഷം ആദർശൻ നയനെ വേറെ വേറെ മുറികളിലാണ് കിടന്നിട്ട് ആദർശനാണെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നയനെ അടുത്തില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് ദേവയാനയാണെങ്കിലോ അഞ്ജയനോടൊപ്പമാണ് പോയി കിടന്നുറങ്ങുന്നത്. ദേവയാനിക്കൊന്നും ബാധകമല്ല, നയനയ്ക്ക് മാത്രം ഇതൊക്കെ ബാധകമുള്ളൂ. കാരണം നയനെ എങ്ങനെ അകറ്റി കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ദേവേനി ഈ നാടകം തന്നെ കളിച്ചേ, ആദർശനെ കൊണ്ട് മാല ഇടിപ്പിച്ചേ. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാരും പോയി മാറിക്കിടക്കണ്ട. പക്ഷെ നയനയോട് മാത്രമാണ് ദേവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. നയനയ്ക്ക് അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, 41 ദിവസം അല്ലേ ഉള്ളൂ. 41 ദിവസം നോയമ്പെടുത്ത് ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, തങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പ് പോവാം എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ദേവേനെ എന്ത് ചെയ്യുക, ദേവേനെ അതിനേക്കാളും ബുദ്ധിമതിയാ. ദേവേനെ അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദർശം മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത നയനയ്ക്ക് വേണം ഒരു പണി കൊടുക്കാൻ. അവളെ കൊണ്ട് നോയമ്പെടുപ്പിക്കണം. ആറ്റുകാലി പൊങ്കാലി ഇടാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് നോയമ്പെടുക്കാനെന്നുള്ള ഒരു ചിന്തയൊക്കെ ദേവേന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഓർത്തിട്ടാണ് ദേവേനെ കിടന്ന് ഉറങ്ങുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവർ ഒന്നിക്കാൻ പോകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ ആ സമയത്ത് ദേവേനെ അറിയുന്നില്ല തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണി എന്താന്ന്. കാരണം ദേവേനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലകറക്കമൊക്കെ വരുന്നുണ്ട്. കാരണം ആ തലയിറക്കം വരുന്ന എന്തുകൊണ്ടാന്ന് പോലും ദേവേനി മനസ്സിലാക്കുന്നില്ല. താനെന്തോ വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മട്ടിലാണ് ദേവേനയുടെ മട്ടും ഭാവമൊക്കെ. ആദർശിനെ നയനെ അങ്ങോട്ട് മാറ്റി കിടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അവർ രണ്ടും വീണ്ടും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷേങ്കിൽ മാറിക്കിടന്നപ്പോ ആദർശിന്റെയും നയനയുടെ മനസ്സ് ഒന്നുകൂടെ കൂടുതൽ അടുക്കുകയതേ. ആദർശിന് മനസ്സിലായി ഇത്രയും കാലം തന്റെ അടുത്തുണ്ടായിട്ട് പോലും താന് നയനയോട് ഒരു സ്നേഹം കാണിച്ചിരുന്നില്ല. ഇപ്പോഴാ അവൾ ഒരു ദിവസം അടുത്തില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ വിഷമം മനസ്സിലാക്കണേന്ന്. നയനയ്ക്കും അതേപോലെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ആദർശാണ് അടുത്തില്ലാത്തതിന്റെ ഒരു വിഷമമൊക്കെ. ആ സമയം അനിയല ആ സമയം അബിയുടെ അടുത്തേക്ക് ജലജ ചെല്ലുവാണ്. അപ്പൊ അബി ഇങ്ങനെ താഴെ ലാപ്ടോപ്പിൽ നിന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് ജലജ ചെല്ലുവാണ്. ജലജ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബി ചോദിച്ചാൽ എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. എടാ മോനെ, ഇവിടെ ഒന്നും പറയണ്ട, ആകെപ്പാടെ നല്ല പ്രശ്നത്തിലാന്ന് പറയണ. എന്താ കാര്യം എന്താ? എടാ നമുക്കിവിടെ എന്താണെങ്കിലും നമ്മളോടൊപ്പം നിൽക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെന്ന് പറയണ. അമ്മ എന്താ എനിക്ക് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാം. എടാ മോനെ, അനാമിക ഉണ്ടല്ലോ, അനാമിക അവളുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ സൈഡാന്ന് പറയണേ. അതേന്നേ, അവളുമാരെ ഇവിടുന്ന് തുരുത്താനായിട്ട് അവരും പഠിച്ച പണി 18 നോക്കുന്നുണ്ടെന്ന് പറയണം. രേവതി ഇനിയിപ്പം ഈ നവ്യേനെ നയനെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ടോ ഈ വീടിന്റെ പടി ഇറങ്ങോളെന്ന് പറഞ്ഞ രേവതി ഇരിക്കണേന്ന് പറയാം. ആഹാ, ഇത് കൊള്ളാലോ അമ്മേ. എന്താണേലും ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമോൾ എന്തായാലും സൂപ്പറാന്ന് പറയണം. അതെ, മരുമോള് മാത്രമല്ല, ദേ ആ രേവതി ആ വേണു ഉണ്ടല്ലോ, അവരും നമ്മുടെ സൈഡ് തന്നെയാ. ദേ ഇനിയിപ്പൊ ഒരു കുഴപ്പമില്ല, നമുക്ക് എന്താണെങ്കിലും അവരുടെ ഭക്ഷണം ചേർന്ന് നിൽക്കാം. അതെന്താമ്മേ, വല്ല പുലിവാലോ ആവോ? എന്ത് പുലിവാലോ ആവാനായിട്ട്? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലട മോനെ. നിനക്കറിയാവോ, ഇപ്പൊ നവ്യനെ നയനെ ഓടിക്കേണ്ട അവരുടെയാണ് ഏറ്റവും വലിയ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള പണികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ എരിപരി കയറ്റി കൊടുക്കുന്നുണ്ട്. കാരണം അനാമിക മോൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതേ നവ്യനെ നയനെ അടിച്ച് പുറത്താക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കുക, ഇതേ നവ്യനെ അങ്ങോട്ട് വിഷം കൊടുത്ത് കൊല്ലാൻ മേലായിരുന്നു എന്ന്. ഇതിപ്പോ ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. എടാ മോനെ, നമ്മൾ ഇനി പതുക്കെ വന്ന് എരിപരി കയറ്റി കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. എന്തേലും സംഭവിച്ചു പോയാലും നമുക്കൊരു കുഴപ്പമില്ല. കാരണം അവരുടെ പേര് പറഞ്ഞ് നമുക്ക് തടി വരാന്ന് പറയാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. എനിക്ക് എന്തൊക്കെ ഒരു കള്ളക്കളി തോന്നുന്നുണ്ട്. എന്താണെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് വന്നാന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന അനാമിക. ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു, വലിയ കോടീശ്വരിയാന്നൊക്കെയല്ലേ പറയണേ. എനിക്ക് അതിന് നല്ല സംശയമുണ്ട് മോനെ. അവരുടെ മട്ടും പാവം നിപ്പ് വെക്കേണ്ട അത്രയ്ക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ ഒരു കള്ളക്കളികൾ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഈ അനാമിക എന്ന് പറയുന്നത് അത്ര വെടിപ്പാന്നിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയണം. അത് മാത്രമല്ല, രേവതി ഉണ്ടല്ലോ, പഠിച്ച കളിയാ. 3 പേരും കൂടിയിട്ട് എന്തൊക്കെയോ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയണം. ഇന്ന് തന്നെ ഈ ലൂസ് മോഷൻ ഉണ്ടായി രാവിലെ പായസം കുടിച്ചിട്ട്. അതിനകത്ത് ഇവരുടെ എന്തേലും തന്ത്രം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരെന്തേലും അതിനകത്ത് ചേർത്താണെന്നോ. ഒരു കാരണവശാലും നയനെ അങ്ങനെയും ചേർക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് സംശയം ഇവൾമാരെയാ.
മിക്കവാറും ആ അനാമികയും രേവതിയൊക്കെ ചേർന്ന് എന്തേലും പണി ഒപ്പിച്ച് കാണുമായിരിക്കും. അതായിരിക്കും എന്ന് പറയണം. എന്തേലും ആട്ടാമേ, നമ്മളെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും മതിയല്ലോ, നമുക്കത് മാത്രം മതി. നമുക്കും അതല്ലേ വേണ്ടത്. എങ്ങനെ അവളുമാരെ അടിച്ചു പുറത്താക്കണം. എടാ മോനെ, അതിന് നീ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാവോ? നവ്യയോട് നല്ല സ്നേഹം ഭാവിച്ച് അടുത്ത് കിടക്കണം. മുമ്പത്തെ പോലെ ദേഷ്യമൊന്നും കാണിക്കരുത്. നീ പറഞ്ഞാ മതി. ഇപ്പൊ മാല ഇട്ടൊരു നോയമ്പൊക്കെ എടുത്തേക്കല്ലേ, അതുകൊണ്ട് മനസ്സ് മാറി എന്തൊക്കെ നീ അവളുടെ മുന്നിൽ നന്നായിട്ടൊന്ന് അഭിനയിച്ചേക്കാൻ പറയണം. അല്ലമ്മ, അത് പ്രശ്നമാവോ? എന്ത് പ്രശ്നമാവാനായിട്ട്? ഒരു പ്രശ്നം ആവാനായിട്ട് പോകുന്നില്ല. എന്തായാലും നീ 41 ദിവസം നോയമ്പ് എടുക്കുന്നുണ്ടല്ലോ, അവളുടെ മുന്നിൽ പോയി നന്നായിട്ടും കൂടെ അഭിനയിച്ചേക്കാൻ പറയണം. അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ കൊടുത്ത് അബീനെ ജലജ പറഞ്ഞു വിടുവാണ്. പിന്നീട് അബി മുറിയിലേക്ക് ചെല്ലുക. മുറിയിലേക്ക് ഇന്ന് ഇനിയിപ്പോ നവ്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അബീനെ കണ്ടത്, ഓ നീ മാല ഇട്ടല്ലേന്ന് ചോദിക്കാണ്. സാധാരണഗതിയിൽ ഒരു ദിവസം നോയമ്പെടുത്തല്ലേ നീ മലയ്ക്ക് പോകാറുള്ളൂ, ഈ തവണ എന്താ 41 ദിവസത്തെ വ്രതം? ഇത് കേട്ടത് അബി പറഞ്ഞു, ഞാനിപ്പം മാല ഇട്ടാ കുഴപ്പം, ഇട്ടില്ലേലും കുഴപ്പം. അല്ല, ഞാൻ വിചാരിച്ചില്ല നീ മാല ഇടൂന്ന്, അതാന്ന് പറയാണ്. സാധാരണ ഇത് മാല ഇട്ടുണ്ടെ പിന്നെ നോയമ്പൊക്കെ എടുക്കണമല്ലോ, നീ അങ്ങനെ നോയമ്പൊന്നും എടുക്കാറില്ലെന്ന് പറയണം. അത് പിന്നെ ഈ തവണ മാല ഇട്ടതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? അല്ല, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അപ്പൊ ആ കുഞ്ഞ് നല്ല ആയുസാരോഗ്യത്തോടെ പുറത്തു വരാൻ വേണ്ടിട്ട് നിനക്കും കുഞ്ഞിനും വേണ്ട ഞാൻ മാല ഇട്ടേക്കെന്ന് പറയാം. ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഇത് ഇത്തവണത്തെ വലിയ ഒരു കോമഡി തന്നെയാണല്ലോ എന്ന് പറയും. കോമഡി അല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. നമ്പിക്ക് അതും കൂടി വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. പറയുന്ന വേറെ ആരുമല്ല, അബിയാണ് പറയണേ. അവൻ അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാതിരിക്കില്ലല്ലോ. നവ്യ പറഞ്ഞു, അതെ മാലയിട്ട് കഴിഞ്ഞ് ഇങ്ങനെ കള്ളത്തരൊന്നും പറയാൻ പാടില്ലെന്ന് പറയണം. ആര് കള്ളത്തരം പറഞ്ഞു? ഞാൻ സത്യം പറഞ്ഞേ. ദേ, നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ടി വയറ്റി വളരുന്ന നമ്മുടെ കുഞ്ഞിനും വേണ്ട ഞാൻ മാല ഇട്ടിരിക്കുന്നത്. കുഞ്ഞിന്റെ ആപത്തൊന്നും വരുത്താതെ. കാരണം മുമ്പ് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മരിച്ചു പോകണമെന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ തെറ്റ് ബോധ്യമാവുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ട ഞാൻ ചെയ്തു പോയ പാവങ്ങളൊക്കെ പൊറുക്കണേന്ന് പ്രാർത്ഥിച്ചോണ്ടാ ഞാൻ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുന്നു പറയാം. ഇത് കേട്ട നവ്യ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ നിനക്ക് മാറ്റം ഉണ്ടായതാണെ കുഴപ്പമില്ല. അയ്യപ്പ സ്വാമിയോട് ഇത്രയും കാലം ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണേന്ന് പറഞ്ഞുകൊണ്ട് മാല ഇട്ടാണെ കുഴപ്പമില്ല, നല്ലത് വേണ്ടിട്ടല്ലേ എന്ന് പറയണം. എന്താ നവ്യെ, നിനക്ക് എന്നെ വിശ്വാസം വരുന്നില്ലെന്ന് ചോദിക്കണം. ഇതും പറഞ്ഞു നവ്യയുടെ കയ്യിലേക്ക് കയറി പിടിക്കുക. പെട്ടെന്ന് നവ്യ എടുത്ത്, ഇനി ഇവൻ പറയും സത്യമാണോ? ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്, നിനക്ക് എന്നെ വിശ്വാസം വരുന്നില്ലെന്ന് പറഞ്ഞ് നവ്യനെ ചേർത്ത് പിടിക്കുക. പെട്ടെന്ന് നവ്യ പറഞ്ഞു, അതെ വേണ്ട കേട്ടോ, മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുകയെന്ന് പറയാം. ഓ അത് ഞാൻ അങ്ങോട്ട് മറന്നു. അതെ നീ നോക്കിക്കോ, 41 ദിവസം കഴിയുമ്പോൾ നീ കാണാൻ പോന്നെ പുതിയൊരു അഭിനയായിരിക്കും കാണാൻ പോന്നെ. പഴയതുപോലെ ഒന്നും അല്ല. എനിക്ക് എന്തായാലും മനസ്സിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഒന്നും അല്ലാന്ന് പറയണം. നവ്യ അതും കൂടി വിശ്വസിച്ചു. ഇവനിനി സത്യം പറയുന്നതാണോ കള്ളം പറയുന്ന അറിയത്തില്ല. എന്തായാലും 41 ദിവസത്തെ നോയമ്പെടുക്കൂലോ, അപ്പൊ അറിയാം ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണെന്നൊക്കെ. പിന്നീട് അനാമിക നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനാമിക ചെന്നിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, നിന്റെ മുഖം എന്താ ദേഷ്യം ആദ്യമിരിക്കണമെന്ന് ചോദിക്കും. എങ്ങനെ ദേഷ്യം വരായിരിക്കും? അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചോദിക്കും. എന്ത് സംഭവിച്ചെന്ന് നീ പറയണേ? അപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലേ? എനിക്കൊരു കുഴപ്പമില്ലല്ലേ? വൈകുന്നേരം വരെ ഞാനാണെങ്കിൽ ഞാൻ മാത്രമല്ല ഇവിടെ അച്ഛനും അമ്മയും അപ്പച്ചി എല്ലാവരും ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുമായിരുന്നു പറയും. ഓഹോ അതാണ് ആ കാര്യം. അല്ല, ഞങ്ങൾ ആ പായസം കുടിച്ചിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലോ. ദേ അനി, ഇനി നീ വീണ്ടും സപ്പോർട്ട് ചെയ്ത് വരില്ല കേട്ടോ. ദേ ഇതെല്ലാത്തിനും കാരണം അവളുമാരുണ്ടല്ലോ, അവളുമാര് തന്നെയാ മനഃപൂർവ്വം ഞങ്ങൾ കുടിക്കുന്ന പായസത്തിനകത്ത് കൊണ്ട് എന്തോ ഒരു സാധനം കലക്കിയതാന്ന് പറയണം. ഇത് കേട്ടത് അനി പറഞ്ഞു, അല്ല നിനക്ക് മാത്രമേ ഈ കുഴപ്പമുള്ളല്ലോ, നീ വന്നതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഞാൻ വന്നതിന് ശേഷമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇതിനു മുമ്പ് ഇതുപോലത്തെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫുഡിന്റെ പ്രശ്നമാണ്? ഫുഡിന്റെ പ്രശ്നം ഇല്ലെങ്കിലും ദേ ആ നയനെന്ന് പറയുന്ന നിന്റെ ഏട്ടത്തിനെ നിന്റെ വല്യമ്മയ്ക്ക് പോലും ഇഷ്ടമില്ലോ എന്ന് പറയണം. അതാണ് കാര്യം. അത് വല്യമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ കയറി വന്ന മരുമോളായതുകൊണ്ടാ. പക്ഷെ ഏട്ടത്തിയുടെ കുഴപ്പം കൊണ്ടല്ലെന്ന് പറയാണ്. ഇപ്പൊ ഏട്ടത്തിനെ അകറ്റാൻ വേണ്ടി തന്നെയാണ് വല്യമ്മ ഇങ്ങനത്തെ ഒരു തന്ത്രം പ്രയോഗിച്ചത്. പക്ഷേങ്കിൽ എത്ര അവർ അകറ്റിയെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഏട്ടത്തിന്ന് അകലാൻ പോകുന്നില്ലെന്ന് പറയാം. അവർ തമ്മിൽ ഒന്നുകൂടെ അടുക്കത്തുള്ളെന്ന് പറയാം. നിനക്ക് നിന്റെ ഏട്ടന്റെ ഏട്ടത്തിലും കാര്യം മാത്രമേ ചിന്തയുള്ളൂ, നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടെന്ന് ചോദിക്കാം. അത് കേട്ടത് അനി പറഞ്ഞു, അതെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നിന്റെ സ്വഭാവം നീ ആദ്യം നന്നാക്കാൻ നോക്ക്. നീ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്ന അന്ന് തുടങ്ങിയതാണല്ലോ ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ. അല്ല, എനിക്ക് നല്ല സംശയമുണ്ട്, നീ ഈ കുടുംബത്തെ അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചല്ലേ ഈ കുടുംബത്തിലേക്ക് വന്നേ. ഈ കുടുംബത്തിലെ സ്വത്തും പണവും മോഹിച്ചാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വന്നതിന് ശേഷമുള്ള നിന്റെ ഓരോ പ്രവൃത്തികളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്നോടോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരോടോ ഒരു താല്പര്യമില്ല. അവരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നീ എപ്പോഴും ശ്രമിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇത്ര ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് വരെ ഒരു നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ടോ? ആരുടെയും നാവിൽ നിന്ന് നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് കേട്ടുണ്ടോ? മുത്തശ്ശനെയൊക്കെ നാവിൽ നിന്ന്. പിന്നെ അവരുടെ നാവിൽ നിന്ന് ഞാൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് നിന്റെ നയനേടത്തിനെ
നവ്യടത്തിനൊക്കെ പൊക്കി പറഞ്ഞോണ്ട് നടക്കാനുള്ള സമയമുള്ളെന്ന് ചോദിക്കണം. അതെ, നയനടുത്തേല് അവര് പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. നീ ഈ കുടുംബത്തിൽ വെച്ച് നിന്നിട്ട് എന്ത് നല്ല കാര്യം ചെയ്തേ? ഓരോ ദിവസം എന്ത് ചെയ്താലും കുറ്റം മാത്രമേ ഉള്ളൂ. കുറ്റം കണ്ടുപിടിക്കാനാ. അതിന് ചേരുന്നൊരു അച്ഛനും അമ്മേ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് ഓടി വന്നോളും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എത്ര ദിവസമായി നയനേടത്തിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ നിന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടെന്ന് ഓർത്തോണ്ട് നിന്റെ അച്ഛനും അമ്മയും ഓടി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടെന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ അവരിങ്ങോട്ട് വന്നാൽ കുഴപ്പമില്ലേ നിൽക്കും. കുഴപ്പമില്ല, അവര് വന്നിട്ട് നിന്നോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നേ നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. ഇത് കേട്ടതും അനാമി പറഞ്ഞു, ആഹാ, അപ്പൊ അതാണ് കാര്യം. അല്ലാതെ നിന്റെ കുഴപ്പമല്ല അല്ലേന്ന് ചോദിക്കണം. എനിക്കെന്ത് കുഴപ്പമാണെന്ന് പറയുന്നേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ദേ, മലയ്ക്ക് മാലിട്ടിരിക്കോ നീ, അതുകൊണ്ട് ഞാൻ പിന്നെ നിന്നോടൊന്നും പറയുന്നില്ലെന്ന് പറയണം. എന്താ അനാമയ്യ, നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 41 ദിവസം വ്രതം എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴെങ്കിലും മനസ്സൊന്ന് ശുദ്ധമാക്കിയാൽ കൊള്ളാന്ന് പറയണം. ഇത് കേട്ടത് അനി പറഞ്ഞു, എന്റെ മനസ്സിന് ഒരു കുഴപ്പമില്ല, എന്റെ മനസ്സ് ശുദ്ധമാണെന്ന് പറയണം. പിന്നീട് അനാമ്പൂർ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി കിടക്കണം. അനി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ തന്നെ വേണു വരുവാണ്. വേണു വന്ന് ജയവതിനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിയും മോളെന്തെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അനാമികയും കൂടെ അങ്ങോട്ട് വരുവാണ്. അത് മോളെ, ഞാൻ എന്താണ് ഈ തവണ നല്ല ഒരു ഉഗ്ര സാധനമായിട്ടാണ് വന്നിരിക്കുന്നു പറയണേ. എന്താ വെച്ചാ എന്താ? അതെ, ഈ തവണ ഞാൻ നല്ലൊരു മരുന്നും കൊണ്ട് വന്നിട്ടുണ്ട്. ആ മരുന്ന് എന്തായാലും അവൾമാർക്ക് കൊടുക്കണം. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്ക് അനങ്ങാൻ പറ്റാതെ കിടക്കും. അറിയാലോ, ഈ മരുന്ന് അവൾമാരെ കൊണ്ട് തീറ്റിക്കണം. അത് മാത്രമല്ല, ആ നവ്യക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കുന്ന കുഞ്ഞു വരെ ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. പിന്നെ അവൾമാർ പെട്ടെന്നൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, പ്രശ്നമാവോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നും ആവാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് പോയിക്കാൻ മോളെ. എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്തിനും ഏതിനും ഈ അച്ഛൻ കൂടെയുണ്ട്. അറിയാലോ, ഒരു കാരണവശാലും പുറത്താരും ഇത് അറിയാൻ പാടില്ലെന്ന് പറയണം. അവൾമാർക്ക് കൊടുക്കുന്നതിനകത്ത് മാത്രമേ കലക്കാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ പോലെ പണി കിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടാൻ രേവതി പറഞ്ഞു, ഈ തവണ എന്തായാലും പണി പാടില്ല, ഉറപ്പായിട്ടുള്ള കാര്യം. ഇത് അവൾമാർക്ക് തന്നെ കൊടുക്കുമെന്ന് പറയണം. വേണുവേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയണം. അങ്ങനെ മരുന്നും പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് വരുവാണ്. ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നത്. നവ്യ വന്നു കഴിയുമ്പോഴത്തേന് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കുശുവശത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ നവ്യക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഈ വരവിന്റെ പിന്നില്. സാധാരണഗതിയിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിട്ടായിരിക്കും ഇവരിങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇവരിങ്ങനെ വരേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ സൂക്ഷിച്ചാൽ മതിയാവളം നവ്യക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും നവ്യ നയനയും കൂടെ കള്ളത്തരം പൊളിച്ചെടുക്കും. അതിന് താൻ കുടിച്ച കുഴിയെ താൻ തന്നെ എന്ന് പറയുന്നൊരു അവസ്ഥയായിരിക്കും. അവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കുമ്പോൾ തിരിച്ച് മിക്കവാറും അവർക്കിട്ട് തന്നെ അത് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ കിട്ടാൻ പോകുന്ന ജാനയ്ക്കും ദേവയാനിക്കിട്ടും കൂടെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.